നമുക്കിന്ന് പീച്ചിൽ ഉരുളക്കിഴങ്ങും വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ഡിഷ് നോക്കിയാലോ. ഇതെനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ എന്റെ അമ്മായിയമ്മ ഉണ്ടാക്കുന്ന കണ്ട് അങ്ങനെ പഠിച്ചതാണ്. അപ്പൊ നിങ്ങൾക്കും കൂടെ ഞാൻ ഇന്ന് ആ ഡിഷ് കാണിച്ചു തരാം. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പീച്ചിലെടുത്തത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് അത് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമായ പച്ചമുളക് എടുക്കാൻ കേട്ടോ. ഞാൻ ഇവിടെ ഒരു 2 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. പിന്നെ ചെറിയ വെളുത്തുള്ളി അത് ഒരു 6 അല്ലി എടുത്ത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാ കുക്ക് ചെയ്യുന്നത് നോക്കിയാലോ. പാൻ ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ മൂപ്പിച്ചെടുക്കണേ. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങിട്ട് അതൊന്ന് ചെറുതായിട്ട് വാടി വരുന്നവരെ ഒന്ന് ഇളക്കിയിട്ട് വേവിക്കാം. ഇതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന ആ പൊടികളും ഈ മൂപ്പിച്ചെടുത്ത വെളുത്തുള്ളിയൊക്കെയാണ് ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുത്താലോ. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉലുവയുടെ പൊടി, പിന്നെ കായം, പിന്നെ നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായ ഉപ്പ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തേക്കണേ. ഇതെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഈ മസാലയൊക്കെ ചൂടാവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ആദ്യമേ മസാലയൊന്നും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ മസാലയൊന്നും ചേർക്കാതെ ഞാൻ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് അടുത്ത സ്റ്റെപ്പിലാണ് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഉലുവ വേണമെങ്കിൽ ആദ്യമേ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ കടുകിട്ട് പൊട്ടിക്കുന്നതിൻ്റെ ഒപ്പം നമ്മുടെ മുഴുവൻ ഉലുവ, പച്ച ഉലുവയില്ല, അതാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ഇട്ട് പൊട്ടിക്കാം. എൻ്റെ എല്ലാം പൊടിയായത് കാരണം ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ട് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഇതൊക്കെ കൊടുത്തേക്കണത്. ഇനി നമുക്ക് നമ്മുടെ പീച്ചിൽ ആഡ് ചെയ്യാം. പീച്ചിൽ ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ ഈ പീച്ചിൽ വേകുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ നിന്നാണ് ഈ ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ഉരുളക്കിഴങ്ങും പീച്ചിലും ഒക്കെ കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഡിഷ് നമുക്ക് ഉരുളക്കിഴങ്ങ് പീച്ചിലും ഒക്കെ ഉള്ളത് കാരണം നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് ഡിഷാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഡിഷ് എവിടെയെങ്കിലും ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലോ അറിയാമെങ്കിലോ എനിക്ക് ഇതിന്റെ പേര് കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ട് തരണേ. അപ്പം എനിക്ക് ഇതിന്റെ പേരറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.